മത്തായി സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 36 മുതലുള്ള ഭാഗങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. മാത്യു 24:36 ഓൺവേർഡ്സ്. അതിലേക്ക് പോകുന്നതിന് മുൻപ് ഒരുപക്ഷെ ഇന്നലെ ശ്രദ്ധിക്കാതിരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ 24, 25 2 അധ്യായങ്ങൾ ഒലീവറ്റ് ഡിസ്കോഴ്സ്, ഒലിവുമലയിൽ കർത്താവ് നൽകിയ പ്രസംഗങ്ങൾ, പ്രഭാഷണം, വചന ശുശ്രൂഷ എന്നാണ് അറിയപ്പെടുന്നത്. അതിൻ്റെ പല കാര്യങ്ങളും നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. ഇന്നലെ നമ്മൾ കണ്ട ഭാഗത്ത് യേശു കർത്താവ് മഹത്വത്തോടെ ആകാശമേഘങ്ങളിൽ വരുമ്പോൾ പ്രപഞ്ചത്തിലുണ്ടാകാൻ പോകുന്ന ശക്തിയേറിയ ചില ഭയാനകമായ അടയാളങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഇന്നലെ യേശു സഭയെ ചേർക്കുവാൻ വേണ്ടി വരുമ്പോൾ അപ്രകാരമുള്ള അടയാളങ്ങളൊന്നും ഇല്ല എന്നത് നമ്മൾ ഓർത്തിരിക്കണം. ഇതതിനു വേണ്ടിയല്ല, ഭൂമിയെ ന്യായം വിധിക്കുവാൻ വേണ്ടിയും ഭൂമിയിലെ എല്ലാ ശത്രുക്കളെയും നീക്കി ഭൂമിയിലെ ഭരണം പിടിച്ചെടുക്കുവാനുമായി യേശു വരുന്നതിന് മുൻപാണ് അതിഭയങ്കരമായ പ്രപഞ്ചത്തിലെ അടയാളങ്ങൾ കാണുന്നത്. സൂര്യനിൽ അടയാളങ്ങൾ കാണും, നക്ഷത്രങ്ങളിൽ അടയാളങ്ങൾ കാണും. മാത്രമല്ല ആകാശത്തിലെ ശക്തികൾ ഇളകും, അഥവാ ഗ്രഹങ്ങളിൽ കോൺസ്റ്റലേഷൻസിലൊക്കെ ഭയങ്കരമായ ഇളക്കങ്ങളും മൊത്തം താളം തെറ്റിയ ഒരവസ്ഥയും ഒക്കെ ഉണ്ടാകും. അപ്പോഴാണ് മനുഷ്യപുത്രൻ്റെ അടയാളം ആകാശത്തിൽ, സ്വർഗത്തിൽ കാണാറാകുന്നത്. അങ്ങനെ മനുഷ്യപുത്രൻ ആകാശമേഘങ്ങളിൽ വരുമെന്നും ദൂതന്മാർ തെരഞ്ഞെടുക്കപ്പെട്ടവരെ ഭൂമിയുടെ പല കോണുകളിൽ നിന്ന് കൂട്ടിച്ചേർക്കുമെന്നും ഒക്കെ ഇന്നലെ നമ്മൾ കണ്ടു. കൂടാതെ അത്തിയിൽ നിന്നുള്ള ഒരു പാഠം എന്താണ് അത് നോക്കുവാൻ പറഞ്ഞു. ഇതൊക്കെ ആകുമ്പോൾ മാത്രമല്ല, അത് കാണുന്ന തലമുറ യേശു കർത്താവ് വരുന്നത്, ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നത് കാണും. 35-ാം വചനത്തിൽ പറഞ്ഞു, ആകാശവും ഭൂമിയും മാറിപ്പോയാലും എൻ്റെ വചനങ്ങൾ ഒരിക്കലും മാറുകയില്ല. ഇനി നമുക്ക് 36-ാമത്തെ വചനത്തിലേക്ക് വരിക. Matthew 24 and verse number 36. But about that day or hour no one knows, not even the angels in heaven, nor the Son, but only the Father. വായിക്കാം, എല്ലാവർക്കും ചേർന്ന് വായിക്കാമോ? ആ നാളും നാഴികയും സംബന്ധിച്ചോ എൻ്റെ പിതാവ് മാത്രമല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല. ഇനിയുള്ള ഭാഗത്ത്, ഇനി എൻ്റെ താഴേക്കുള്ള ഭാഗം, ഈ അധ്യായത്തിൻ്റെ താഴേക്കുള്ള ഭാഗവും അടുത്ത അധ്യായത്തിൻ്റെ ആദ്യത്തെ 30 വചനങ്ങൾ എന്ന് വെച്ചാൽ മത്തായി സുവിശേഷം 25-ന്റെ 1 മുതൽ 30 വരെയുള്ള ഭാഗം വരെ പറയാൻ പോകുന്ന കാര്യങ്ങൾ. അഡ്മോണിഷൻ ടു ബിലീവേഴ്സ് ലിവിങ് ബിഫോർ ദ ഗ്രേറ്റ് ട്രിബുലേഷൻ. മഹോപദ്രവകാലത്തിന് മുമ്പ് ജീവിച്ചിരിക്കുന്ന വിശ്വാസികൾക്കുള്ള മുന്നറിയിപ്പുകളാണ്. ശ്രദ്ധിച്ചു കേൾക്കണം. അതായത് മഹോപദ്രവകാലത്തിന് മുമ്പ് ജീവിച്ചിരിക്കുന്നത് നമ്മളാണ്. നമുക്കുള്ള മുന്നറിയിപ്പുകളാണ് ഇനി പറയുന്നത്. മറ്റത് പലതും നമുക്ക് ബാധകമല്ല. അഡ്മോണിഷൻ ടു ബിലീവേഴ്സ് ലിവിങ് ബിഫോർ ദ ഗ്രേറ്റ് ട്രിബുലേഷൻ. ഭൂമിയിൽ എല്ലായിടത്തും വരാനിരിക്കുന്ന അതിഭയങ്കരമായ ഉപദ്രവത്തിൻ്റെ തൊട്ടുമുമ്പ് മുൻകാലത്ത് ജീവിക്കുന്ന വിശ്വാസികൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. എന്താണ് ഇതിലെ ദൂത്? ഇത്രയേ ഉള്ളൂ, ഓൾവേസ് ബി റെഡി. എല്ലായ്പ്പോഴും ഒരുങ്ങിയിരിക്കുക. പറഞ്ഞേ, നമ്മളോടുള്ള സന്ദേശം ഇതാണ്, എല്ലായ്പ്പോഴും ഒരുങ്ങിയിരിക്കണം. ദിസ് ഇസ് അബൌട്ട് ദ കമ്മിങ് ഫോർ ദ റാപ്ചർ. സഭയെ ചേർക്കുവാൻ യേശു വരുന്ന അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഭാഗമാണിത്. 36-ാം വചനത്തിൽ എല്ലാവരും ചേർന്ന് ഒരു പ്രാവശ്യം കൂടി വായിക്കാം. ആ നാളും നാഴികയും സംബന്ധിച്ചു എൻ്റെ പിതാവ് മാത്രമല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല. അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം 6 മുതൽ 8 വരെ ഇതിനോട് കണക്ട് ചെയ്ത് നമുക്ക് വായിക്കാം. Then they gathered around him and asked him, Lord, are you at this time going to restore the kingdom to Israel? He said to them, it's not for you to know the times or dates the Father has set by his own authority, but you will receive power
when the Holy Spirit comes on you, and you will be my witnesses in Jerusalem and in all Judea, Samaria, and to the ends of the earth. ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ അവർ അവനോട്, കർത്താവേ, നീ ഇസ്രായേലിന് ഈ കാലത്തിലോ രാജ്യം യഥാസ്ഥാനത്താക്കി കൊടുക്കുന്നത് എന്ന് ചോദിച്ചു. അവൻ അവരോട്, പിതാവ് തൻ്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള കാലങ്ങളെയോ സമയങ്ങളെയോ അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദിയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു. ഇതെല്ലാം നമ്മളോടുള്ള വളരെ ശക്തമായ സന്ദേശങ്ങളാണ്. ഇതിൽ പറയുന്നത് യേശു ഉയർത്തെഴുന്നേറ്റ ശേഷം, അപ്പോസ്തല പ്രവൃത്തിയിൽ 1 നമ്മൾ വായിച്ചപ്പോൾ അവർ ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ എന്ന് പറയുന്നത് യേശു ഉയർത്തെഴുന്നേറ്റ ശേഷം ശിഷ്യന്മാരുമായി ഒരു പ്രാവശ്യം സമ്മേളിച്ചിരിക്കുമ്പോൾ 24-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം മുതൽ താഴേക്കുള്ള ഭാഗത്ത് ദേവാലയത്തിൻ്റെ പ്രഭ കാണിച്ചു കൊടുക്കുന്നു. അതിനുശേഷം യേശു എന്താ പറയുന്നത്? ഇത് കല്ലുകല്ലിന്മേൽ ശേഷിക്കാതെ നശിച്ചു പോകും. കൂടാതെ ഒരു കാര്യം കൂടെ, ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ ഭയങ്കരമായി വിസ്മയിച്ചു പോയി, ഇതെങ്ങനെ സംഭവിക്കും. എന്നാൽ അതിനുശേഷം ഇതെപ്പോൾ സംഭവിക്കും, വരവെങ്ങനെയായിരിക്കും, ലോകാവസ്ഥ, ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. അതുപോലെ ചില സംശയങ്ങൾ ഉയർപ്പിന് ശേഷം ചോദിച്ചു. ഈ കാലത്താണോ ഇസ്രായേലിൻ്റെ രാജ്യത്തെ യഥാസ്ഥാനത്താക്കുന്നത്? കാരണം അവരെ ബേസിക്കായി അവരുടെ അകത്ത് കിടക്കുന്ന ഒറ്റ കാര്യമുള്ളൂ, എന്ന് ഞങ്ങളുടെ രാജ്യം സ്വതന്ത്രമാകും. കാരണം റോമൻ സാമ്രാജ്യമാണ് ആ സമയത്ത് കൈയടക്കി വെച്ചിരിക്കുന്നത്. റോമൻ സാമ്രാജ്യം കൈയടക്കി വെച്ചിരിക്കുന്ന ഇസ്രായേലിലേക്കാണ് യേശു വന്നിരിക്കുന്നത്. ഇസ്രായേലിലൊരു രാജാവല്ല അവിടെ വാഴുന്നത്. സ്വാതന്ത്ര്യം ഇല്ല, പൊളിറ്റിക്കൽ ഫ്രീഡം ഇല്ല, ആരാധനാ സ്വാതന്ത്ര്യം ശരിയായ രീതിയിലില്ല. ഇങ്ങനൊരു സാഹചര്യത്തിൽ അവരെ ഒരു ആവറേജ് ജൂയിഷ് മാൻ എല്ലായ്പ്പോഴും ചിന്തിക്കുന്നത്, എന്ന് ഞങ്ങളുടെ രാഷ്ട്രം ശരിയാകും, എന്ന് ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഒരു രാജാവ് ഉണ്ടാവും. ഒത്തിരി പ്രതീക്ഷകൾ ഇവർക്കുണ്ടായിരുന്നു. എന്താണ് ആ പ്രതീക്ഷ? മശിയാണ് രാജാവ്, മശിഹ സിംഹാസനത്തിലിരിക്കും, സിംഹാസനത്തിലിരിക്കുന്നതോടെ ഞങ്ങൾക്കെല്ലാം മന്ത്രിപദം കിട്ടും എന്നൊക്കെയാണ് അവർ ചിന്തിച്ചത്. പക്ഷെ ഇതൊന്നും നടക്കാതെ വന്നപ്പോൾ അതിനുശേഷം യേശു മരിക്കുന്നു. എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടു. പക്ഷെ ഉയർത്തെഴുന്നേറ്റെന്ന് അറിഞ്ഞപ്പോൾ വീണ്ടും പ്രതീക്ഷകൾ ഉണർന്നു. ചോദിക്കുകയാണ്, നീ ഇസ്രായേലിൻ്റെ രാജ്യത്തെ ഇപ്പോഴാണോ ആർ യു അറ്റ് ദിസ് ടൈം ഇപ്പോഴാണോ ഈ രാജ്യത്തെ യഥാസ്ഥാനത്താക്കുന്നത്? ദേ വർ സോ ഇംപേഷ്യന്റ്. എങ്ങനെയെങ്കിലും രാജ്യം ഒന്ന് തിരിച്ചു കിട്ടണം. ഇക്കാലത്താണോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? ഉയർത്തെഴുന്നേറ്റു, നീ ജീവനോടെ ഇപ്പോൾ തിരിച്ചു വന്നിട്ടുണ്ട്, ഇനി ഇതൊക്കെ റെഡിയാക്കുമോ? ഇതാണ് ചോദ്യം. അതിൻ്റെ മറുപടിയാണ് 7-ാം വചനം. He said to them, it's not for you to know the times or dates the Father has set by his own authority. അവൻ അവരോട്, പിതാവ് തൻ്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള കാലങ്ങളെയോ സമയങ്ങളെയോ അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല. അല്ല, അതായത് പിതാവ് തൻ്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള കാലങ്ങളെയോ സമയങ്ങളെ അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല. വേറൊരു ഭാഗത്ത് പറയുന്നുണ്ട്, കാലങ്ങളെ സമയങ്ങൾ നിങ്ങൾ വിവേചിക്കണമെന്നും പറയുന്നുണ്ട്. പക്ഷേ ഈ പർട്ടിക്കുലർ റെസ്റ്റോറേഷൻ ഓഫ് ഇസ്രായേൽ തുടങ്ങിയ പല കാര്യങ്ങളും അതിൻ്റെ ഏകദേശ ലക്ഷണങ്ങൾ നിങ്ങൾ അറിഞ്ഞാൽ മതി. കൃത്യമായ സമയം നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല. ഇന്ന് നിങ്ങൾ ഗൂഗിളിലൊന്ന് ടൈപ്പ് ചെയ്ത് നോക്കിയാൽ, ജീസസിൻ്റെ കമ്മിങ്ങിനെ കുറിച്ച് ഡേറ്റൊക്കെ ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കിയാൽ ഒത്തിരി ഡേറ്റ് കിട്ടും. അതിൽ പലതും കഴിഞ്ഞു പോയ ഡേറ്റാണ്. എന്ന് വെച്ചാൽ പലരും ഈ കാലങ്ങളും സമയങ്ങളൊക്കെ ഡാനിയൽ പ്രവചനത്തിൽ നിന്നും പലതിൽ നിന്നൊക്കെ കൂട്ടി കിഴിച്ച് റെഡിയാക്കി, പിന്നെ ഇപ്പോഴത്തെ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെൻറ്റ്സും എല്ലാം കൂടി കണക്ട് ചെയ്ത് ഡേറ്റുകൾ ഒത്തിരി പേര് പ്രവചിച്ചിട്ടുണ്ട് ഓൾറെഡി. പക്ഷെ അത് വചനത്തിന് വിരുദ്ധമാണ്. യേശു പറഞ്ഞിരിക്കും, നിങ്ങൾ അറിയണ്ട, അത് നിങ്ങൾക്കുള്ളതല്ല, നിങ്ങളത് അറിയണ്ട. എന്നാൽ ഒരു ഹോംവർക്ക് തന്നു, അതാണ് 8-ാമത്തെ വചനത്തിൽ. അത് നോക്കാം. But you will receive power when the Holy Spirit comes on you, and you will be my witnesses in Jerusalem and in all Judea and Samaria and to the ends of the earth. എന്നാൽ എല്ലാവർക്കും വായിക്കാം. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദിയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം
എൻ്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു. ഇതാണ് നമ്മൾ ഇപ്പോൾ ചെയ്യേണ്ട കാര്യം. ഇസ്രായേലിനെ യഥാസ്ഥാനത്താക്കുന്ന കാര്യം അത് പിതാവ് നിശ്ചയിച്ചോളും, അത് ചെയ്തോളാം. നിങ്ങൾ അതിനെക്കുറിച്ച് ബോധേഡാവണ്ട. പക്ഷേ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും. പറഞ്ഞേ, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ശക്തി ലഭിച്ചിട്ട്, ജെറുസലേമിലാണ് അപ്പോൾ അവർ നിൽക്കുന്നത്, അവിടെയും യഹൂദയിൽ എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളവും നിങ്ങൾ എൻ്റെ സാക്ഷികളായി മാറും. എന്തിൻ്റെ സാക്ഷികൾ? ഉയർപ്പിൻ്റെ സാക്ഷികൾ. ഞാൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നുള്ളത് ലോകം മുഴുവൻ നിങ്ങൾ പ്രസംഗിക്കണം. അത് ശിഷ്യന്മാർക്ക് കൊടുത്ത ഒരു ഉപദേശമാണ്, നമുക്ക് ഏവർക്കും തന്നിരിക്കുന്ന ഒരു ഉപദേശമാണ്. അത് ചെയ്യുമ്പോൾ ആദ്യം പരിശുദ്ധാത്മാവിൻ്റെ നിറവ് പ്രാപിക്കുക, ശക്തി സ്വീകരിക്കുക. അതിനുശേഷമാണ് എവിടെയാണോ ഹോം ടൗൺ അവിടെ തുടങ്ങി ചുറ്റുമുള്ള അയൽ പ്രദേശങ്ങളിലേക്കും അതിൽ അല്പാൽപമായി വിശ്വസ്തരായാൽ ഭൂമിയുടെ അറ്റത്തോളവും ചെന്ന് യേശു കർത്താവിൻ്റെ സാക്ഷികളാകുവാൻ കർത്താവ് നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ഒരു വലിയ അധികാരം തന്നിട്ടുണ്ട്, അപ്പോയിൻമെൻറ്റ് തന്നിട്ടുണ്ട്. ദൈവം നമ്മളെ നിയോഗിച്ച് ആക്കിയിരിക്കുക. ഞാൻ ഈ വാക്യം വായിക്കുമ്പോഴൊക്കെ സാധാരണ പറയാറുള്ള ഈ അപ്പോസ്തലപ്രവൃത്തി 1:8 എൻ്റെ ഒരു ആധാരവാക്യമാണ്. നമ്മുടെ ശുശ്രൂഷയുടെ, നമ്മുടെ സഭയുടെ ഒരു ആധാരവാക്യമാണ്. കാരണം ഞാൻ യേശുവിലേക്ക് വന്ന ആ സമയം മുതൽ ആദ്യത്തെ എൻ്റെ അനുഭവം പരിശുദ്ധാത്മ നിറവിൻ്റെ അനുഭവമാണ്. ഒത്തിരി നാൾ കാത്തിരുന്നിട്ടല്ല എനിക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടിയത്. വേണമെങ്കിൽ എങ്ങനെ പറയാം, ചെന്ന ദിവസം തന്നെ കിട്ടിയെന്ന് പറയാം. അതുപോലെ പരിശുദ്ധാത്മാവിനെ ആദ്യം തന്നെ ദൈവം എനിക്ക് അവൈലബിളാക്കി. അതുകൊണ്ട് തന്നെ നമ്മുടെ ശുശ്രൂഷകളെല്ലാം പരിശുദ്ധാത്മാവിനെ ആശ്രയിച്ചും പരിശുദ്ധാത്മാവിനെ അടിസ്ഥാനമാക്കി നടക്കുന്ന ശുശ്രൂഷകളാണ്. നമ്മളോട്, നമ്മുടെ സഭകളോട് ബന്ധപ്പെട്ട എല്ലാ ശുശ്രൂഷകരും എങ്ങനെ ശുശ്രൂഷിക്കണം? നമ്മുടെ ബുദ്ധിയിൽ നിന്നല്ല, ആത്മാവിൽ നിന്ന് വേണം ശുശ്രൂഷിക്കാൻ. അങ്ങനെ ആത്മാവിനെ ലഭിക്കുന്നൊരു വ്യക്തി ലഭിക്കുന്ന സമയം മുതൽ എന്തായിത്തീരുന്നു? ഇൻ്റർനാഷണലായി മാറുന്നു. അതാണ് നമ്മൾ കാണുന്ന ഭൂമിയുടെ അറ്റത്തോളം. പാസ്പോർട്ടും വേണ്ട, വിസയും വേണ്ട, പക്ഷെ നമ്മൾ ഇൻ്റർനാഷണലാണ്. കാരണം എന്താ? നമ്മുടെ മേൽ പകരപ്പെടുന്ന പരിശുദ്ധാത്മാവ് ഒരു ലോക്കൽ സ്പിരിറ്റ് അല്ല, ടെറിട്ടോറിയൽ സ്പിരിറ്റ് അല്ല, ഒരു ഡിസ്ട്രിക്റ്റിൻ്റെ സ്പിരിറ്റ് അല്ല. ഹീസ് ആൻ ഇൻ്റർനാഷണൽ ഓർ യൂണിവേഴ്സൽ സ്പിരിറ്റ്. നമ്മുടെ അകത്ത് വന്നിരിക്കുന്ന പരിശുദ്ധാത്മാവ് യൂണിവേഴ്സലാണ്. ആ ഒരു വിശാലത നമുക്ക് വേണം. ഉദാഹരണത്തിന്, ആത്മനിർഭർ പ്രാപിച്ച ഒരാൾക്ക് ഇന്ന് ഇവിടെ ഇരുന്നുകൊണ്ട്, കൊച്ചിയിൽ ഇരുന്നുകൊണ്ട് അർജൻറ്റീനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. യു ആർ ഇൻ്റർനാഷണൽ. ഇൻ ദ സ്പിരിറ്റ് ദർ ഈസ് നോ ഡിസ്റ്റൻസ്. ആത്മാവിൽ നിറഞ്ഞ് അർജൻറ്റീനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അർജൻറ്റീനയിൽ പല അത്ഭുതങ്ങൾ നടക്കാൻ. ആഫ്രിക്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതുപോലെ വളരെ അറ്റത്തുള്ള ഭൂമിയുടെ അറുതികൾക്ക് വേണ്ടി നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കാനും പല കാര്യങ്ങൾ ദൈവത്തിന് വേണ്ടി ചെയ്യാൻ, ശുശ്രൂഷകൾ ചെയ്യാൻ കഴിയും. കൂടാതെ തീർച്ചയായും നിയോഗം ലഭിക്കുന്നവർക്ക് എന്തുകൂടെ സാധിക്കും? യാത്ര ചെയ്ത് പല രാജ്യങ്ങളിൽ പോയി കർത്താവിൻ്റെ സാക്ഷികളാകാനും ദൈവം കൃപ കൊടുക്കും. ഇവിടെ സ്ട്രെസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നൊരു കാര്യം ഇതാണ്. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, കൃത്യമായ ഡേറ്റും കൃത്യമായ സമയവും അതിനെക്കുറിച്ച് നമ്മൾ ബോധേഡാകരുത്. അത് നമ്മൾ പ്രതീക്ഷിക്കേണ്ട. 2, പരിശുദ്ധാത്മാവിൻ്റെ നിറവ് പ്രാപിച്ച് നമ്മളുടെ ശുശ്രൂഷയിൽ വേണം നമ്മളിപ്പോൾ ഫോക്കസ് ചെയ്യാൻ. ചെയ്യേണ്ട ശുശ്രൂഷ ഫോക്കസ് ചെയ്യുക. ഇത് രണ്ടും പ്രധാനപ്പെട്ടതാണ്. ഇടയ്ക്കൊരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. പലർക്കും ഒരു വലിയ സംശയമുള്ളത്, യേശു ഇങ്ങനെ പറഞ്ഞു, പിതാവ് ആണ് ആ നാളും നാഴികയും അറിയുന്നത്, അല്ലേ? ഇറ്റ് ഈസ് നോട്ട് ഫോർ യു ടു നോ ദ ടൈംസ് ഓർ ഡേറ്റ്സ്. ദ ഫാദർ ഹാസ് സെറ്റ് ബൈ ഹിസ് ഓൺ അതോറിറ്റി. പിതാവ് തൻ്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ളതാണ്. വേറൊരു ഭാഗത്ത് പറയുന്നത് എൻ്റെ പുത്രൻ കൂടെ അറിയുന്നില്ല. ഇത് വായിക്കുമ്പോൾ ഒത്തിരി പേർക്ക്, അപ്പോൾ പുത്രന് വലിയ അധികാരവും ശക്തിയൊന്നുമില്ല, ഒരു കൊച്ചു ദൈവമാണ്. പിതാവിനാണ് വലിയൊരു അധികാരവും എല്ലാമുള്ള, സർവാധികാരമുള്ളത് എന്നൊരു തോന്നൽ വരും. ത്രിത്വത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാ 3 പേർക്കും എന്തുണ്ട്?
തുല്യമായ അധികാരമുണ്ട്, ശക്തിയുണ്ട്, സർവ്വസാന്നിധ്യമുണ്ട്, സർവജ്ഞാനമുണ്ട്. ഇതൊക്കെയാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതും. എന്തുകൊണ്ടാണിത്? ഒരുപക്ഷെ ഒമേഗ സീരീസിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, ദി വെഡിങ് ഓഫ് ദ ബ്രൈഡ് എന്ന ആ ഒരു സൺഡേ ഓർക്കുന്നുണ്ടോ? ആ മണവാട്ടിയുടെ ആ വിവാഹത്തെക്കുറിച്ചുള്ള ഒരു സന്ദേശം ഓർക്കുന്നുണ്ടോ? അതിൽ നമ്മളിങ്ങനെ കണ്ടു, ജൂയിഷ് വെഡ്ഡിങ് അനുസരിച്ചായിരിക്കും യേശുവിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. യഹൂദന്മാരുടെ വിവാഹ രീതി അനുസരിച്ച് വിവാഹ നിശ്ചയം കഴിഞ്ഞ് 1 വർഷത്തിന് ശേഷമാണ് വിവാഹം നടക്കുന്നത്. അതിനുള്ള ഒരുക്കങ്ങളാണ്. മണവാളൻ വീടൊരുക്കുന്നു, മണവാട്ടി പ്രത്യേകിച്ച് ഡ്രസ്സും ഉടയാടകളും കാര്യങ്ങളൊക്കെ ഒരുക്കുന്നു. അങ്ങനെ ഒരു ഇടവേള കാലമുണ്ട്. അതിനുശേഷം വീട് ഏകദേശം ഒരുങ്ങിക്കഴിയുമ്പോൾ അപ്പോഴും മണവാളിന് പുറപ്പെടാൻ സാധ്യമല്ല. എന്ത് ചെയ്യണം? മിക്കവാറും ഒരു രാത്രി സമയത്ത്, അർദ്ധരാത്രിയിൽ മണവാളൻ്റെ അപ്പൻ വന്ന് മണവാളിനെ വിളിച്ച് എഴുന്നേൽപ്പിക്കും. സമയമായി, എല്ലാം റെഡിയായി, നീ പോയി മണവാട്ടിയെ കൂട്ടിക്കൊണ്ടുവരിക. ഇതാണ് ആക്ച്വലി ഇവിടെ അപ്ലൈ ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം പിതാവാണ് ആ സമയം നിശ്ചയിക്കേണ്ടത്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ഉണ്ട്, എല്ലാവർക്കും ശക്തിയുണ്ട്, അധികാരമുണ്ട്. പക്ഷേ 3 പേർക്കും വ്യത്യസ്തമായ ഫങ്ഷൻസ് ഉണ്ടെന്നുള്ളത് നമ്മൾ മറക്കരുത്. അതുകൊണ്ടാണ് പിതാവിൻ്റെ കയ്യിലാണ് ആ സമയത്തിൻ്റെ നിശ്ചയം ഇരിക്കുന്നത് എന്ന് നമ്മൾ ഓർക്കുക. ഞാൻ 37-ാം വചനത്തിലേക്ക് വരാം. As it was in the days of Noah, so it will be at the coming of the Son of Man. For in the days before the flood, people were eating and drinking, marrying and giving in marriage, up to the day Noah entered the ark. And they knew nothing about what would happen until the flood came and took them all away. That's how it will be at the coming of the Son of Man. അത്രയും ഭാഗം 39 വരെ എല്ലാവർക്കും ചേർത്ത് വായിക്കാം. നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രൻ്റെ വരവുമാകും. ജലപ്രളയത്തിന് മുമ്പുള്ള കാലത്ത് നോഹ പെട്ടകത്തിൽ കയറിയ നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. ജലപ്രളയം വന്ന് എല്ലാവരും നീക്കിക്കളയുവോളം അവർ അറിഞ്ഞതുമില്ല. മനുഷ്യപുത്രൻ്റെ വരവും അങ്ങനെ തന്നെയാകും. ഇനി മനുഷ്യപുത്രൻ്റെ, ഞാൻ നേരത്തെ പറഞ്ഞ മനുഷ്യപുത്രൻ്റെ വരവിനെ കുറിച്ചാണ് ഇനി സഭയെ ചേർക്കുവാൻ വേണ്ടി പെട്ടെന്നുള്ള വരവ്, അതിനെക്കുറിച്ചാണ് ഇനി അങ്ങോട്ട് 25-ാം അധ്യായത്തിലോട്ടൊക്കെ 30-ാമത്തെ വചനം വരെ പോകുന്നത്. 37-ൽ ഒന്നുകൂടെ നോക്കാം. നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രൻ്റെ വരവും ആകും. ഉൽപ്പത്തി പുസ്തകത്തിലാണ് നോഹയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. 6-ാം അധ്യായം മുതൽ ഇങ്ങോട്ട് നോഹയെക്കുറിച്ച് പല അധ്യായങ്ങളിലായി പറഞ്ഞിട്ടുണ്ട്. നോഹയുടെ കാലത്ത് ഭൂമി മുഴുവൻ വഷളത്വം കൊണ്ട് നിറഞ്ഞു. അതാണ് ഒരു ലക്ഷണം. ദ ഹോൾ എർത്ത് വാസ് ഫുൾ ഓഫ് സിൻസ്. ഭയങ്കരമായ പാപത്തിൽ നിറഞ്ഞ ഒരു കാലഘട്ടമായി മാറി. അതിഭയങ്കരമായ പാപങ്ങൾ. ഈ പാപം നിറഞ്ഞു കഴിഞ്ഞ് വന്ന സമയത്ത് 6-ാം അധ്യായത്തിൽ നമ്മൾ 5-ാമത്തെ വചനം സ്ക്രീനിൽ കാണാം. ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടത വലിയതെന്നും അവൻ്റെ ഹൃദയവിചാരങ്ങളുടെ നിരൂപണമൊക്കെ എല്ലായ്പ്പോഴും ദോഷമുള്ളതത്രയെന്നും യഹോവ കണ്ടു, ദൈവം കണ്ടു. ദിസ് ഇസ് സോ ഡേഞ്ചറസ്. മനുഷ്യൻ്റെ ചിന്തകൾ, മനുഷ്യൻ്റെ പ്രവൃത്തികളൊക്കെ എല്ലായ്പ്പോഴും മഹാദോഷമുള്ളത്. അങ്ങനെ വന്നപ്പോൾ ദൈവം മനുഷ്യൻ്റെ ആയുസ് കുറയ്ക്കുന്നു. 6-ാം വചനത്തിൽ താൻ ഭൂമിയിൽ മനുഷ്യനുണ്ടാക്കിക്കൊണ്ട് ദൈവം ഗോഡ് ഈവൻ റിഗ്രറ്റഡ്, അതിൽ ദുഃഖം പോലെ തോന്നി. ഉണ്ടാക്കണ്ടായിരുന്നു എന്ന് തോന്നുന്നത് പോലെ ദൈവത്തിന് ഫീൽ ചെയ്തു. അതിനുശേഷം നമ്മൾ കാണുന്നത് ഈ ഉണ്ടാക്കിയത് കൊണ്ടുണ്ടായ ആ ദുഃഖത്തിൽ ദൈവം ചില കാര്യങ്ങൾ പറഞ്ഞു. എന്തൊക്കെയാണ്? 1, അവൻ്റെ ആയുസ് കുറയ്ക്കുന്നു. 2, ഭൂമിയിലുള്ള മനുഷ്യവംശത്തെ ഞാൻ നശിപ്പിച്ചു കളയും എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു വലിയ നാശം ദൈവം ഡിസൈൻ ചെയ്തു, പ്ലാൻ ചെയ്തു, ശുദ്ധീകരിക്കുവാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ 13-ാമത്തെ വചനം കാണാം. ദൈവം നോഹയോട് ഇങ്ങനെ പറഞ്ഞു, സകല ജഡത്തിൻ്റെ അവസാനം എൻ്റെ മുമ്പിൽ വന്നിരിക്കുന്നു. ഭൂമി അവരാൽ അതിക്രമം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു.
ഞാൻ അവരെ ഭൂമിയോടുകൂടെ നശിപ്പിക്കും. എന്താ മനസ്സിലായി? അതുപോലെ എ സിമിലർ പീരിയഡ് വിൽ കം. അതുപോലൊരു കാലഘട്ടം, ഭൂമി മുഴുവൻ പാപം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. എന്നിട്ട് ആ ഭൂമിയെ നശിപ്പിക്കുന്ന, അതിൻ്റെ വേർജിൽ എത്തുന്ന ഒരു കാലഘട്ടമായിരിക്കും മനുഷ്യപുത്രൻ്റെ വരവിൻ്റെ ആ കാലഘട്ടം. അപ്പോൾ എന്ത് കാണാം? എ ഗ്ലോബൽ ഇൻക്രീസ് ഓഫ് സിൻസ് ആൻഡ് വിക്കറ്റ്നെസ്. അതാണ് മനുഷ്യപുത്രൻ്റെ വരവിൻ്റെ ആ കാലഘട്ടത്തിൻ്റെ ലക്ഷണം. കാലഘട്ടത്തിൻ്റെ ഡേറ്റും അല്ല പറയുന്നത്, കാലഘട്ടത്തിൻ്റെ ലക്ഷണം അതാണ്. ഓക്കെ, ഇനി 38-ാമത്തെ വചനത്തിൽ, ഫോർ ഇൻ ദ ഡേയ്സ് ബിഫോർ ദ ഫ്ലഡ് people were eating and drinking, marrying and giving in marriage, up to the day Noah entered the ark. ജലപ്രളയത്തിന് മുമ്പുള്ള കാലത്ത് നോഹ പെട്ടകത്തിൽ കയറിയ നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. 39 കൂടെ വായിക്കാം. ജലപ്രളയം വന്ന് എല്ലാവരെയും നീക്കിക്കളയുവോളം അവർ അറിഞ്ഞതുമില്ല, മനുഷ്യപുത്രൻ്റെ വരവും അങ്ങനെ തന്നെയാകും. പക്ഷെ ജലപ്രളയം വന്ന് അവരെ എല്ലാം അങ്ങ് എന്ത് ചെയ്തു? ജസ്റ്റ് അങ്ങ് അവരെ തുടച്ചു കളഞ്ഞു. അതുവരെ അവരിതിനെക്കുറിച്ചൊന്നും അറിഞ്ഞില്ല. ഈ ടൈറ്റാനിക് മുങ്ങുന്ന സമയത്തുള്ള ഒരു സീൻ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് ഇങ്ങനെയാണ്. ടൈറ്റാനിക്കിൻ്റെ തുടക്കമൊക്കെ നമുക്കറിയാം. ടൈറ്റാനിക് ഉണ്ടാക്കിയ ആളെ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ പറഞ്ഞു ദൈവത്തിന് പോലും മുക്കാൻ കഴിയില്ല, അഹങ്കരിച്ചു പറഞ്ഞു. അതിനുശേഷം സംഭവിക്കുന്നത്, ടൈറ്റാനിക് ചെന്ന് വലിയൊരു ഐസ്ബർഗിൽ ഇടിച്ച് അതിൽ നിന്നും ഐസ് കഷ്ണങ്ങൾ പൊട്ടിച്ചിതറി കപ്പലിനകത്തേക്കൊക്കെ വീഴാൻ തുടങ്ങി. ആ സമയത്തൊക്കെ കുടിച്ച് മത്തരായി മെറി മേക്കിംഗ് ഹോളിഡേ മൂഡിലുള്ള ആളുകൾ ചെയ്തുകൊണ്ടിരുന്നത് തെറിച്ച് വീണ ഐസ് ക്യൂബുകൾ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞു കളിക്കുമായിരുന്നു. മനസ്സിലായി? അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞു കളിച്ചു. കപ്പലിൻ്റെ ഡെക്കിലൊക്കെ ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുക. ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് കപ്പൽ മുങ്ങുന്നത്. എന്ന് പറഞ്ഞാൽ അവസാനം ആ സമയത്ത് പോലും മനുഷ്യൻ്റെ ജീവിതം അങ്ങനെയായിരുന്നു. കഴിഞ്ഞൊരു ദിവസം ഞാനത് വായിച്ചു. പെട്ടെന്ന് ഞാൻ ഇതുമായി കണക്ട് ചെയ്യുമ്പോൾ മനുഷ്യരിപ്പോഴും അങ്ങനെയല്ലേ? ലാസ്റ്റ് മൊമെൻ്റ് വരെ മനുഷ്യൻ ബോധേടല്ല, ഒരുങ്ങുന്നില്ല. എല്ലാവർക്കും മരിക്കുമെന്നറിയാം, കർത്താവിൻ്റെ വരവ് ഉണ്ടാവുമെന്നറിയാം. ഇതിനെക്കുറിച്ചൊക്കെ ആവർത്തിച്ച് ബൈബിളിൽ വായിക്കുന്നുണ്ട്, പ്രതിദിന ധ്യാനത്തിൽ വായിക്കുന്നുണ്ട്, ഒമേഗ സീരീസിൽ കേൾക്കുന്നു. ഇതെല്ലാം ഉണ്ടെങ്കിലും മനുഷ്യൻ സാധാരണ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ചിരിച്ച് കളിച്ച് അങ്ങനെ അങ്ങ് ജീവിക്കും, ഒരുങ്ങാതെ ജീവിക്കുന്നൊരു അനുഭവം. ഇതിനെക്കുറിച്ചുള്ളൊരു വാർണിംഗ് ആണ് നമ്മളിവിടെ കാണുന്നത്. മനുഷ്യപുത്രൻ്റെ വരവും അങ്ങനെ തന്നെ ആകും. ജലപ്രളയം വന്ന് എല്ലാവരെയും നീക്കിക്കളയുവോളം അവർ അറിഞ്ഞതുമില്ല. ഇത് അങ്ങോട്ടാണ് പോകുന്നത്, നാശത്തിലേക്കാണ് പോകുന്നതെന്ന് അവർക്ക് തിരിച്ചറിഞ്ഞില്ല. 40-ാം വചനം, 2 men will be in the field, one will be taken and the other left. വായിച്ചേ. അന്ന് 2 പേർ വയലിൽ ഇരിക്കും, ഒരുത്തനെ കൈക്കൊള്ളും, മറ്റവനെ ഉപേക്ഷിക്കും. 2 women will be grinding with a handmill, one will be taken and the other left. 2 പേർ ഒരു തിരികല്ലിൽ പൊടിച്ചുകൊണ്ടിരിക്കും, ഒരുത്തിയെ കൈക്കൊള്ളും, മറ്റവളെ ഉപേക്ഷിക്കും. ആദ്യം 2 പുരുഷന്മാരെ കുറിച്ചാണ് പറയുന്നത്. അവർ വയലിൽ ഇരിക്കും. അതിലൊരാൾ എടുക്കപ്പെടും, മറ്റേയാൾ ഉപേക്ഷിക്കപ്പെടും. രണ്ടാമത് 2 സ്ത്രീകളെ കുറിച്ചാണ് പറയുന്നത്. തിരികല്ലിൽ പൊടിച്ചുകൊണ്ടിരിക്കും, ഒരുത്തിയെ കൈക്കൊള്ളും, മറ്റവളെ ഉപേക്ഷിക്കും. എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? ദിസ് അബൌട്ട് ദ റാപ്ചർ, എടുക്കപ്പെടുന്നതിനെക്കുറിച്ച്. യേശു മധ്യാകാശത്തിൽ വരുമ്പോൾ ഭൂമിയിൽ നിന്നും രൂപാന്തരപ്പെട്ട് ജനത്തെ എടുക്കുന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ 2 പേര് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒരാൾ എടുക്കുമെന്നാണോ അതിൻ്റെ അർത്ഥം? നോ, ഒരുങ്ങിയിരിക്കുന്നവരെ എടുക്കുമെന്നാണ് അതിൻ്റെ അർത്ഥം. ആദ്യത്തേത് 2 പുരുഷന്മാരാണ്. അവരെവിടെയാണ്? അവരെ ഫീൽഡിലാണ്. ദാറ്റ് മീൻസ് ദേ ആർ ഇൻ ദ വർക്ക് പ്ലേസ്. ജോലി സ്ഥലത്താണ് അവർ. ഓക്കെ, അവർ ജോലി സ്ഥലത്താണ്. അതിൽ ഒരാൾ എടുക്കപ്പെടും, മറ്റേയാൾ ഉപേക്ഷിക്കപ്പെടും എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഒരാൾ ഒരുങ്ങിയിരുന്നു, ഒരുക്കപ്പെട്ടയാൾ
എടുക്കപ്പെട്ടു. മറ്റേയാൾ ഇതിലൊക്കെ പ്രസംഗം കേട്ടിട്ട് ഇതൊക്കെ ചെയ്തിട്ടും ഒരുക്കപ്പെട്ടില്ല, അയാൾ ഉപേക്ഷിക്കപ്പെട്ടു. 41 2 സ്ത്രീകളാണ് തിരികല്ലിൽ പൊടിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ വേണമെങ്കിൽ ചിന്തിക്കാം, ദർ ഇൻ ദ ഡൊമസ്റ്റിക് വർക്ക്, വീട്ടിലെ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. തിരികല്ലിൽ അവർ 2 സ്ത്രീകളിരുന്ന് വീട്ടുജോലിയിലാണ്. അതിലും ഒരു സ്ത്രീ എടുക്കപ്പെടുന്നു. എൻ്റെ അർത്ഥം എന്താ? ആ സ്ത്രീ ഒരുങ്ങിയിരുന്നു, മറ്റേ സ്ത്രീ ഒരുക്കപ്പെട്ടിരുന്നില്ല. വേറൊരു ഭാഗത്ത് പറയുന്നുണ്ട്, 2 പേർ ഒരു കട്ടിലിൽ കിടക്കും, ഒരാൾ എടുക്കപ്പെടും, മറ്റേയാൾ ഉപേക്ഷിക്കപ്പെടും. എൻ്റെ അർത്ഥം എന്താ? എൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, ഉറങ്ങുക. അപ്പോൾ യേശു വരുന്നത് അർദ്ധരാത്രിയാണ് എന്നൊരു ഊഹമുണ്ട്. യഹൂദന്മാരുടെ വിവാഹത്തിൽ മണവാളൻ്റെ വരവ് സാധാരണ അർദ്ധരാത്രിയായിരുന്നു. പക്ഷേ ഇത്രയേ ഉള്ളൂ, ഒരു ഭാഗത്ത് അർദ്ധരാത്രിയായിരിക്കും, മറ്റേ ഭാഗത്ത് പട്ടാപ്പകലാണ്. അതുകൊണ്ട് ചിലരിവിടെ ജോലി സ്ഥലത്താണ്, ചിലർ വീട്ടുജോലിയിലാണ്, മറ്റു ചിലർ കിടന്നുറങ്ങുക. ആ ഭാഗത്ത് ഇരുളാണ്, രാത്രിയാണ്. അപ്പോൾ പലർക്കും പലതായിരിക്കും നടത്തുന്നത്. ചിലർ ജോലി സ്ഥലത്തായിരിക്കും, ചിലർ വീട്ടിലായിരിക്കും, ചിലർ ഉറക്കത്തിലായിരിക്കും. ആ സമയത്ത് അപ്രതീക്ഷിതമായ സമയത്തായിരിക്കും യേശു വരുന്നത്. 42 മുതൽ നോക്കാം. Therefore keep watch, because you do not know on what day your Lord will come. ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു. അയ്യോ, അതല്ല. നിങ്ങളുടെ കർത്താവ് ഏതു ദിവസത്തിൽ വരുന്നുവെന്ന് നിങ്ങൾ അറിയായ്ക കൊണ്ട് ഉണർന്നിരിപ്പേൻ. നിങ്ങളുടെ കർത്താവ് ഏത് ദിവസത്തിൽ വരുന്നു, ഈ ഇത്രയൊക്കെ ഉപദേശം കൊടുക്കുമ്പോഴും അതിൻ്റെ ബേസിക് കാര്യം ഇത്രയേ ഉള്ളൂ. എപ്പോഴാണ് ഇത് എന്നുള്ളത് വെളിപ്പെടുത്തുന്നില്ല. ഇറ്റ്സ് എ മിസ്റ്ററി. അത് വെളിപ്പെടുത്തുന്നതേയില്ല. ഒമേഗ സീരീസിൽ എല്ലാ പ്രാവശ്യവും ഞാൻ ആവർത്തിച്ച് പറയുന്നൊരു കാര്യമാണ്, ഒമേഗ സീരീസിലുള്ള അല്ലെങ്കിൽ ഈ അവസാന കാലത്ത് നടക്കുന്ന സംഭവങ്ങളെല്ലാം വ്യക്തതയോടെ ആർക്കും ഗ്രഹിക്കാൻ സാധ്യമല്ല. കാരണം അത് അന്ത്യകാലത്തേക്ക് മുദ്രയിട്ട് വെച്ചിരിക്കുകയാണ്. പക്ഷേ അറിയാവുന്ന കാര്യങ്ങൾ വെച്ച് നമ്മൾ കൺക്ലൂഷൻ ഇതാണ്: എല്ലായ്പ്പോഴും ഒരുങ്ങിയിരിക്കുക. അടുത്തിരിക്കുന്ന ആളോട് പറ, എല്ലായ്പ്പോഴും ഒരുങ്ങിയിരിക്കുക. നമ്മളിപ്പോൾ ആകെ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, ബി റെഡി ഓൾവേസ്. എല്ലായ്പ്പോഴും ഒരുങ്ങിയിരിക്കുക, അതാണ് സന്ദേശം. അത് കൊണ്ടുവരാൻ വേണ്ടി കർത്താവ് പല ഉപമകളിലൂടെ, ഉദാഹരണങ്ങളിലൂടെ തുടർച്ചയായി അത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ കർത്താവ് ഏത് ദിവസത്തിൽ വരുന്നുവെന്ന് നിങ്ങൾ അറിയായതുകൊണ്ട് ഉണർന്നിരിപ്പിൻ. 43 But understand this, if the owner of the house had known at what time of night. കള്ളൻ വരുന്ന യാമം ഇന്നതെന്ന് വീട്ടുടയവൻ അറിഞ്ഞുവെങ്കിൽ അവൻ ഉണർന്നിരിക്കുകയും തൻ്റെ വീട് തുറക്കുവാൻ സമ്മതിക്കാതിരിക്കുകയും ചെയ്യും എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അടുത്ത വചനം കൂടെ. അങ്ങനെ നിങ്ങൾ നിനക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പിൻ. അടുത്തത് 43 നമ്മൾ കാണുന്നത്, ഏത് സമയത്ത് കള്ളൻ വരുന്ന യാമം ഇന്നതെന്ന് വീട്ടുടയൻ അറിഞ്ഞുവെങ്കിൽ അവൻ ഉണർന്നിരിക്കുകയും തൻ്റെ വീട് തുറക്കുവാൻ സമ്മതിക്കാതിരിക്കുകയും ചെയ്യും എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. കള്ളന്മാർ ഒരിക്കലും മുന്നറിയിപ്പോടുകൂടി അല്ല വരുന്നത്. ഹല്ലേലൂയ. പക്ഷേ പ്രീക്കോഷൻസ് എല്ലാം എടുക്കും, ശരിയല്ലേ? സാധാരണ അങ്ങനെയാണ്. ഒരുക്കമുണ്ട്. കള്ളം വരാതിരിക്കാൻ വേണ്ടി, കള്ളം വന്നാലും എന്തെങ്കിലും ഇത് നടക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ 1-2 പ്രാവശ്യം പോയി നോക്കും, ഗേറ്റ് അടച്ചിട്ടുണ്ടോ. പല പ്രാവശ്യം പോയി ഫ്രണ്ട് ഡോറും ബാക്ക് ഡോറും ഒക്കെ ചെക്ക് ചെയ്യും, എല്ലാം ശരിയാണോ. കാരണം എന്താ? ഏത് സമയത്ത് വന്നാലും നമ്മൾ ഓക്കെ ആയിരിക്കണം. യേശു കള്ളനെ പോലെ വരും. എപ്പോൾ? തൻ്റെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകാൻ. യേശു കള്ളനാണോ? അല്ല. ഒരു ഉദാഹരണം പറഞ്ഞതാണ്. യേശു കള്ളനല്ല. എന്നാൽ വേറൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ യേശു കൊള്ളയടിക്കാനാണ് വരുന്നത്. ആരെ കൊള്ളയടിച്ചു കൊണ്ടുപോകാൻ? ആരെ തട്ടിക്കൊണ്ടുപോകാൻ? ഒരുങ്ങിയിരിക്കുന്നവരെ, തൻ്റെ കുഞ്ഞുങ്ങളെ ഇവിടെ നിന്ന് കൊള്ളയടിച്ച് മാറ്റുന്നത് പോലെ മാറ്റാൻ വേണ്ടിയാണ് യേശു ഭൂമിയിലേക്ക് വരുന്നത്. അതൊരു തട്ടിക്കൊണ്ട് കിഡ്നാപ്പ് ചെയ്യുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് നമ്മളതിനെ റാപ്ചർ എന്ന് പറയുന്നത്. ആരും അറിയാതിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് വന്ന് തൻ്റെ കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് പോവുക. കാഹളം മുഴങ്ങും, ഒരു സിഗ്നൽ ഉണ്ടാവും, വേഗത്തിൽ എല്ലാവരെയും കൊണ്ടുപോകും. 45 മുതലുള്ള ഭാഗം നോക്കാം. വായിക്കാമോ?
എന്നാൽ യജമാനൻ തൻ്റെ വീട്ടുകാർക്ക് തത്സമയത്ത് ഭക്ഷണം കൊടുക്കേണ്ടതിന് അവരുടെ മേലാക്കി വെച്ച വിശ്വസ്തനും ബുദ്ധിമാനുമായ ദാസൻ ആർ? യജമാനൻ വരുമ്പോൾ അങ്ങനെ ചെയ്തു കാണുന്ന ദാസൻ ഭാഗ്യവാൻ. ഓക്കെ. അവനെ തനിക്കുള്ള സകലത്തിന്മേൽ യജമാനനാക്കി വെക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ഓക്കെ. എന്നാൽ അവൻ ദുഷ്ടദാസനായി യജമാനൻ വരുവാൻ താമസിക്കുന്നു എന്ന് ഹൃദയം കൊണ്ട് പറഞ്ഞ് കൂട്ടുദാസന്മാരെ അടിപ്പാനും കുടിയാന്മാരോടുകൂടി തിന്നുകുടിപ്പാനും തുടങ്ങിയാൽ നിരൂപിക്കാത്ത നാളിലും അറിയാത്ത നാഴികയിലും യജമാനൻ വന്ന് അവനെ ദണ്ഡിപ്പിച്ച് അവനെ കപടഭക്തിക്കാരോടുകൂടെ പങ്കു കൽപ്പിക്കും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. 45 ഒന്നുകൂടി നോക്കാം. എന്നാൽ യജമാനൻ തൻ്റെ വീട്ടുകാർക്ക് തത്സമയത്ത് ഭക്ഷണം കൊടുക്കേണ്ടതിന് അവരുടെ മേലാക്കി വെച്ച വിശ്വസ്തനും ബുദ്ധിമാനുമായ ദാസൻ ആർ? അടുത്ത ഒരു ഇല്ലസ്ട്രേഷനിലേക്ക് പോവുകയാണ്. ഒരു യജമാൻ തൻ്റെ വീട്ടിൽ ചില ദാസന്മാരെ, സെർവൻസിനെ ആക്കി വെച്ചു. എന്തിനു വേണ്ടിയാണ്? സമയത്ത് വീട്ടുകാർക്ക് ഭക്ഷണം കൊടുക്കണം. കുക്ക് ചെയ്ത് എല്ലാവർക്കും കൊണ്ടുപോയി ഭക്ഷണം കൊടുക്കണം. ആ ദാസനാർ അവരുടെ മേലാക്കി വെച്ച വിശ്വസ്തനായ ദാസനാർ. യജമാനൻ വരുമ്പോൾ അങ്ങനെ ചെയ്ത് കാണുന്ന ദാസൻ ഭാഗ്യവാൻ. വരുന്ന സമയത്ത് അത് ചെയ്ത് കാണണം. പിന്നെ അടുത്ത വചനത്തിൽ 47-ാമത്തെ വചനത്തിൽ അവൻ അവനെ തനിക്കുള്ള സകലത്തിന്മേലും യജമാനനാക്കി വെക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയും. യജമാനൻ തിരിച്ചു വരുന്ന സമയത്ത് ദാസൻ കൃത്യമായി എല്ലാവർക്കും ഭക്ഷണം വിളമ്പി വിശ്വസ്തയോടെ ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ അയാൾ എന്ത് ചെയ്യും? പ്രമോഷൻ കൊടുക്കും. പറഞ്ഞേ, പ്രമോഷൻ. അയാൾക്ക് എന്ത് ലഭിക്കും? പ്രമോഷൻ ലഭിക്കും എന്ന് സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇനി അല്ലെങ്കിലോ, എന്നാൽ ദുഷ്ടദാസനായി യജമാനൻ വരുവാൻ താമസിക്കുന്നു എന്ന് ഹൃദയം കൊണ്ട് പറഞ്ഞ് കൂട്ടുദാസന്മാരെ അടിപ്പാനും കുടിയാന്മാരോടുകൂടി തിന്നുകുടിപ്പാനും തുടങ്ങിയാൽ നിരൂപിക്കാത്ത നാളിലും അറിയാത്ത നാഴികയിലും യജമാനൻ വന്ന് അവനെ ദണ്ഡിപ്പിച്ച് അവനെ കപടഭക്തിക്കാരോടുകൂടെ പങ്കു കൽപ്പിക്കും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. ഓർമ്മയുണ്ടോയെന്നറിയില്ല, പഠിച്ചിരുന്ന കാലത്ത് ടീച്ചർ ഒന്ന് ഓഫീസ് റൂം വരെ പോകണം. അപ്പോൾ കുട്ടികളോട് പറയും, കുട്ടികൾ ആരും എന്ത് ചെയ്തു മിണ്ടരുത്, എല്ലാവരും പുസ്തകം തുറന്ന് നിങ്ങൾ ഹിസ്റ്ററി പഠിച്ചുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞിട്ട് പോകും. ടീച്ചർ അങ്ങ് തിരിയല്ല, ഇവിടെ അങ്ങ് തുടങ്ങും വർത്തമാനവും ബഹളവും, ഒരുത്തൻ പെൻസിലും കൊണ്ട് കുത്തുന്നു, ഇതൊക്കെ തുടങ്ങും. അപ്പോൾ സാധാരണ ടീച്ചേഴ്സ് പറയും, മോണിറ്റർ എഴുന്നേറ്റെടുക്കാൻ പറയും, ക്ലാസ് മോണിറ്റർ. ആരൊക്കെ വർത്തമാനം പറയുന്നത് എന്ന് വെച്ചിട്ട് പേര് എഴുതി വെച്ചേക്കാൻ പറയും. ഓർമ്മയുണ്ടോ? ഞാനൊരു ഓഫീസിൽ ജോലി ചെയ്യുന്ന സമയത്ത് അവിടുത്തെ മാനേജർ കാർ വന്നോ ബാഗുമായിട്ട് ഇങ്ങനെ നടന്നു വരുമ്പോൾ തന്നെ എല്ലാവരും നല്ല പിള്ളേരായിട്ടിരുന്നു, എല്ലാവരും ഭയങ്കര വർക്ക്. എന്നാൽ സാറിന് എവിടെയെങ്കിലും ഒന്ന് ഒരു മീറ്റിങ്ങിന് പോകണം, അദ്ദേഹം വണ്ടി എടുത്തു കഴിഞ്ഞ് തുടങ്ങും. കുറേ പേര് ഗോഡൗണിൽ പോയിരുന്ന് സംസാരിക്കുക, കുറേ പേര് ബാക്കിൽ നിന്ന് സംസാരിക്കുക, ഭയങ്കര ബഹളമായിരിക്കും അവിടെ. ഇത് നമ്മൾ പല സ്ഥലത്തും കാണാറുണ്ട്. ചില ആളുകൾ അവരുടെ വിദേശത്ത്, അപ്പോൾ ഇവിടുത്തെ അവരുടെ റബ്ബർ തോട്ടവും കുറേ കാര്യങ്ങളൊക്കെ, കൃഷിഭൂമിയൊക്കെ ആരെങ്കിലുമൊക്കെ ഏൽപ്പിച്ചിട്ട് പോകും. ഒരു സ്ഥലത്ത് ഒരാൾ അയാളുടെ എസ്റ്റേറ്റും കാര്യങ്ങളൊക്കെ ഒരാൾ ഏൽപ്പിച്ചു, തിരിച്ചു വന്നപ്പോഴേക്കും റബ്ബർ എല്ലാത്തിനും വിലയിടിഞ്ഞു പോയില്ല സാറേ, ഒന്നുമില്ല. പക്ഷേ അയാളൊരു വീട് പണിതു. ഏൽപ്പിച്ചു കൊടുത്ത ആൾ നല്ലൊരു 2 നില വീട് അപ്പുറത്ത് പണിതു. ഇവിടെ വന്നപ്പോൾ കാണുന്ന കാഴ്ച, ഇവിടെ ഒരു ആദായമില്ല സാറേ, എല്ലാത്തിനും കുരുമുളകിൻ്റെ വില ഇടിഞ്ഞു പോയി, റബ്ബർ പോയി, എല്ലാം താഴെ പോയി. പക്ഷെ ഇയാൾ മാത്രം പൊങ്ങി. യജമാനൻ്റെ അസാന്നിധ്യത്തിൽ നീ എന്ത് കാണിക്കുന്നു? ഇതാണ് ഇവിടുത്തെ വിഷയം. യജമാനനില്ലാത്തപ്പോൾ നിന്റെ പ്രവൃത്തി എന്ത്? തിരിച്ചു വരുമ്പോൾ വിശ്വസ്തയോടെ ഏൽപ്പിച്ചത് ചെയ്ത് കാണുന്ന ദാസൻ ഭാഗ്യവാൻ, അനുഗ്രഹിക്കപ്പെട്ടവൻ. അവന് പുകഴ്ചയുണ്ടാകും, അവന് പ്രമോഷൻ ഉണ്ടാകും. ഒരു ഹല്ലേലൂയ പറയാം. ചുരുക്കി പറഞ്ഞാൽ, ഇപ്പോൾ കർത്താവ് ശരീരത്തോടുകൂടി ഇവിടെ ഇല്ല, എല്ലാം ഏൽപ്പിച്ചിട്ട് പോയേക്കും, നമ്മളെ ഏൽപ്പിച്ചേക്കുമല്ല. കർത്താവിൻ്റെ വേല ചെയ്യാനുള്ള കാര്യങ്ങൾ ഇവിടെ, പ്രത്യേകിച്ച് ദാസന്മാർ ആഹാരം കൊടുക്കുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. സ്പിരിച്വലി വേണമെങ്കിൽ ഇങ്ങനെ നമുക്ക് ചിന്തിക്കാം, മറ്റുള്ളവർക്ക് വചനം കൊടുക്കാൻ, അതാണ് ആഹാരം, വചനമാണ് ആഹാരം. കൊടുക്കുവാൻ വേണ്ടി പല ശുശ്രൂഷകരെയും ആക്കി വെച്ചിട്ടുണ്ട്, നമ്മളെല്ലാവരെയും ആക്കി വെച്ചിട്ടുണ്ട്. മറ്റുള്ളവർക്ക് എന്ത് കൊടുക്കാം? വചനം കൊടുക്കാം. ഇത് കൃത്യമായി കൊടുക്കുന്നുണ്ടോ?
ഞാൻ സാധാരണ ഇങ്ങനെ വരെ പറയാറുണ്ട്, ഞായറാഴ്ച നിങ്ങളുടെ ഒരു വചനം കേട്ടാൽ ഇന്ന് രാവിലെ ഇത്രയും വചനങ്ങൾ കേട്ടു, ഇതറിയാത്ത ഒത്തിരി പേരില്ല വ്യാഖ്യാനിച്ചു കൊടുക്കാൻ. ഇന്ന് തന്നെ ഇത് കുറച്ച് പേരോടത് പറഞ്ഞു കൊടുത്താലോ? ആഹാരം വിളമ്പുകയാണ് മറ്റുള്ളവർക്ക്. ഞായറാഴ്ച ഒമേഗ സീരീസ് എന്നൊരു മെസ്സേജ് കേട്ടു. അത് കൃത്യമായി എഴുതിയെടുത്ത് ഇതൊന്നുമില്ലാത്ത ചിലരോട്, അയൽപക്കത്തുള്ളവരോട്, ഒരുപക്ഷെ ആരാധന സ്വാതന്ത്ര്യമില്ലാത്തവരോട് ഫോണിലൂടെ വിളിച്ച്, മോളെ ഞാൻ ഈ ഒരു ഭാഗത്ത് നിന്ന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം, നീ ബൈബിൾ തുറന്ന് ഫോണിൻ്റെ ഇപ്പുറത്തിരുന്ന് നമ്മളും ബൈബിൾ തുറന്ന് നോട്ട്ബുക്ക് എടുത്ത് വെച്ച് ഒന്ന് പഠിപ്പിച്ചാൽ, ഇങ്ങനെ വിളമ്പുന്നവർ ഭാഗ്യവാന്മാർ. അല്ലെങ്കിൽ എന്ത് നമുക്ക് ഹോംവർക്ക് കർത്താവ് തന്നു അത് കൃത്യമായി ചെയ്യുകയാണെങ്കിൽ അവൻ വരുമ്പോൾ ഒരു വലിയ പാരിതോഷികങ്ങൾ മാത്രമല്ല, വലിയൊരു പ്രമോഷനും കർത്താവ് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കർത്താവ് വാക്ക് മാറുമെന്ന് തോന്നുന്നുണ്ടോ? ദൈവം ഒരിക്കലും വാക്ക് മാറുകയില്ല. അതുകൊണ്ട് വിശ്വസ്തയോടെ ഇരിക്കാനുള്ളൊരു ഉപദേശമാണ് കർത്താവ് ഇവിടെ തരുന്നത്. നാളെ 25-ാം അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കും. അതിൽ 10 കന്യകമാരുടെ ഉപമയാണ് ഒരുങ്ങുന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. അതിനുശേഷം വേറെ ചില ഉപമകൾ കൂടെ ഉണ്ട്. ഇതെല്ലാം ഒരുങ്ങുക, ഒരുങ്ങുക, ഒരുങ്ങുക. കണ്ണുകളടച്ച് കൈകളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമുക്കൊന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, നീ ഞങ്ങളോട് സംസാരിച്ചതിനായി നന്ദി. വചനത്തിലൂടെ ഞങ്ങളോട് സംസാരിച്ചതിനായി നന്ദി. ഒരുങ്ങിയിരിക്കുവാൻ ഞങ്ങളെ സമർപ്പിക്കുന്നു. എല്ലാ ദിവസവും ഞങ്ങളെ അനുനിമിഷം പരിശുദ്ധാത്മാവേ ഞങ്ങളെ ഓർമ്മിപ്പിക്കണമേ. അങ്ങ് വരുമ്പോൾ എല്ലാം വിശ്വസ്തയോടെ ചെയ്തവരായി ഞങ്ങളെ കാണുവാൻ ഇടയാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മറ്റ് ബ്ലെസ്സിങ് സെൻറ്ററുകളിലും ഓൺലൈനായി ലോകത്തിൻ്റെ പല രാജ്യങ്ങളിൽ, പല സ്ഥലങ്ങളിൽ ഇത് വാച്ച് ചെയ്യുന്ന സകലർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യൂട്യൂബിൽ, ഫേസ്ബുക്കിൽ ഒക്കെ കാണുന്നവർ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ, രോഗങ്ങൾക്ക് സൗഖ്യമുണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സകലത്തിലുപരിയായ യേശുവിൻ്റെ ഒരുങ്ങുവാൻ സകലരെയും സഹായിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ